CMRL കമ്പനിക്ക് വേണ്ടി സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ പിണറായി വിജയൻ ഒപ്പിട്ടതായി മാത്യു കുഴൽനാടൻ. CMRL കമ്പനി അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും കമ്പനിക്ക് അസംസ്കൃത വസ്തുവായ ഇൽമിനേറ്റ് ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ മെമ്മോറാണ്ടത്തിലാണ് മുഖ്യമന്ത്രി ഒപ്പിട്ടതായി ആരോപണമുള്ളത്. കുറഞ്ഞ നിരക്കിൽ കേരളത്തിൽ നിന്നും ഇൽമിനേറ്റ് ലക്ഷ്യമിട്ടാണ് CMRL നീക്കം നടത്തിയതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. കിരൺ കുമാർ ചേരുന്നു. കിരൺ, അങ്ങേറ്റം ഗുരുതരമായ ആരോപണമാണ് മാത്യു കുഴൽനാടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഈ മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് വരുന്നത്. രോഹിണി, ഈ മാസപ്പടി വിവാദത്തിലെ രണ്ടാം ഘട്ടം എന്ന പറഞ്ഞുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ MLA തന്റെ പത്രസമ്മേളനം തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ ചിലതിൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നത്. അതായത് CMRLന് മുഖ്യമന്ത്രി വഴിവിട്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് വീണ വിജയന്റെ എക്സാലോജിക്കിന് മാസപ്പടി നൽകിയിട്ടുള്ളത് എന്ന ആരോപണമാണ് മാത്യു കുഴൽനാടൻ നടത്തിയിരിക്കുന്നത്. ഇതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന സംഭവങ്ങൾ, അതായത് 2017 ഫെബ്രുവരി മാസം 6-നാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. അതായത് CMRL കമ്പനി നഷ്ടത്തിലാണെന്നും ഒപ്പം തന്നെ കമ്പനിയെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ സംഘടനകൾ അടക്കം ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം മുഖ്യമന്ത്രിക്ക് നൽകുന്നു. ഈ കമ്പനി നഷ്ടത്തിലാണെന്നും ഇതിൽ വേണ്ട, അതായത് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഇലിമിനേറ്റ് അടക്കമുള്ള സാധനങ്ങൾ ഇത് മതിയായ വിലക്ക് ലഭിക്കുന്നില്ല, വലിയ നഷ്ടത്തിലാണ് ഇത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നത് എന്നാരോപിച്ചുകൊണ്ടാണ് CMRL മുഖ്യമന്ത്രിക്ക് ഈ കത്ത് മെമ്മോറാണ്ടം നൽകുന്നത്. ഇതിൽ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുകൂടി ഏതായാലും ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് നടക്കുന്നത് തോട്ടപ്പള്ളിയിലെ ഖനനവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഈ തട്ടിപ്പുകൾ നടക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഏതായാലും മാത്യു കുഴൽനാടൻ നടത്തിയിരിക്കുന്നത്. തോട്ടപ്പള്ളിയിലെ കരിമണലുകൾ മാറ്റിയത് ഇത് കുട്ടനാട്ടിലെ പ്രളയം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം തടയുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഈ CMRL കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് മാത്യു കുഴൽനാടൻ ഏതായാലും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഇവിടെ നിന്നുള്ള ഈ കരിമണലിൽ ഈ ഇത്തരത്തിൽ ആറ്റോമിക് ലാവണ്യങ്ങളോ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഈ ധാതുക്കൾ അടങ്ങിയതിനാൽ ഇത് നീക്കം ചെയ്യാനായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെയാണ് ഏൽപ്പിക്കേണ്ടിയിരുന്നത്. ഇതിന് യോഗ്യതായിട്ടുള്ള സ്ഥാപനങ്ങൾ, അന്ന് ഈ സ്ഥാപനങ്ങളുടെ പേരിൽ ഇത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള IREL-നായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ഇവിടെ നിന്നും പിന്നീട് CMRL വളരെ കുറഞ്ഞ വിലയിൽ കരിമണൽ നേടിയെടുക്കുന്നു എന്നൊരു ആരോപണമാണ് മാത്യു കുഴൽനാടൻ നടത്തിയിരിക്കുന്നത്. 464 രൂപയ്ക്ക് ഒരു ടണ്ണിന് 464 രൂപ എന്ന വളരെ തുച്ഛമായ തുകയ്ക്കാണ് ഇത് നേടിയെടുക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിൽ വലിയ കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഇത്തരത്തിൽ തന്നെ CMRL ഉണ്ടാക്കി എന്നുള്ളൊരു ആരോപണമാണ് ഏതായാലും മാത്യു കുഴൽനാടൻ നടത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് പിന്നീട് ആദ്യം നഷ്ടത്തിലായിരുന്നു, അതായത് 2017 നഷ്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞിരുന്ന കമ്പനി 2023 ആകുമ്പോഴത്തേക്കും 56 കോടി രൂപയുടെ ലാഭത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ വളരെ വലിയ രീതിയിൽ തന്നെ വഴിവിട്ട സഹായം CMRL-ന് വേണ്ടി മുഖ്യമന്ത്രി നടത്തുന്നു. അതായത് മുഖ്യമന്ത്രി ഒപ്പിട്ടുകൊണ്ടാണ് CMRL-ന് ഇവിടെ ഈ ഖനനം നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകുന്നത്. അത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ ആദ്യം കളക്ടറാണ് ഇവിടെ നിന്നും കരിമണൽ ഖനനം ചെയ്യാനായിട്ടുള്ള അനുമതി കൊടുക്കുന്നത്. പിന്നീട് IERL ഇവിടെ ഖനനം നടത്തുകയും അവിടെ നിന്ന് എടുക്കുന്ന കരിമണൽ CMRL-ന് നൽകുകയുമാണ് ഉണ്ടായത്. ഇങ്ങനെ ഇവിടെ നിന്ന് തന്നെ ലഭിക്കുന്ന, അതായത് നേരത്തെ വിദേശത്ത് നിന്നടക്കം ഈ കരിമണൽ എത്തിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു CMRL-ൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് സംസ്ഥാനത്തെ തന്നെ തീരങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഈ കരിമണൽ ഉപയോഗിച്ചുകൊണ്ട് ഇലിമിനേറ്റ് ഉണ്ടാക്കുകയും ഒപ്പം തന്നെ ഇതിൽ നിന്ന് വലിയ കോടികളുടെ ലാഭം ഇങ്ങനെ CMRL ഉണ്ടാക്കി എന്നുള്ളൊരു ആരോപണമാണ് ഏതായാലും മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രോഹിണി, കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ കേരളത്തിൽ നിന്നും ഇൽമിനേറ്റ് ലക്ഷ്യമിട്ടായിരുന്നു CMRL-ന്റെ ഈ നീക്കം. സംസ്ഥാന ഖജനാവിന് കോടികളുടെ നഷ്ടം വരുത്തിയ ഈ നീക്കത്തിന് ഉത്തരവാദി പിണറായി വിജയൻ തന്നെയാണ് എന്നും ആരോപിക്കേണ്ടിയിരിക്കുന്നു മാത്യു കുഴൽനാടന്റെ ഈ പ്രസ്താവനയിലൂടെ.
തീർച്ചയായിട്ടും രോഹിണി, ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഈ തോട്ടപ്പള്ളിയിൽ നിന്ന് ഖനനം നടത്തുന്ന സമയത്ത് ഇത് ഖനനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള മതിയായ ടെൻഡർ നടപടികൾ പോലും നടത്തിയിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ആദ്യ ഘട്ടത്തിൽ കരാർ കൊടുത്തിരുന്ന തുകയാണ് ഈ 464 രൂപ എന്നുള്ളത്. അത് പിന്നീട് പരിശോധിക്കാൻ അത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. KMML-ഉം ഒപ്പം തന്നെ IREL-ഉം ഈ രണ്ട് സ്ഥാപനങ്ങളെയും ഏൽപ്പിച്ചിരുന്നെങ്കിലും ഇവർ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ, അതായത് ഇതിന്റെ തുക വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഈ 464 രൂപ എന്ന തുകയിൽ തന്നെ കരിമണൽ കൊണ്ടുപോകാനായിട്ട് അനുമതി നൽകിയായിരുന്നു എന്നാണ് ഏതായാലും മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ വലിയൊരു ലാഭം തന്നെയാണ് CMRL ഉണ്ടാക്കി കൊടുത്തത്. ആദ്യം നഷ്ടത്തിലായിരുന്ന ഒരു കമ്പനി വളരെ പെട്ടെന്ന്, പിന്നീട് മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് വലിയ രീതിയിൽ തന്നെ ലാഭത്തിലേക്ക് എത്തുന്നു. ഈ ലാഭ കണക്കടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഏതായാലും മാത്യു കുഴൽനാടൻ ഈ ആരോപണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും മാസപ്പടി വിവാദത്തിൽ നേരത്തെ തന്നെ വ്യക്തമായിരുന്നു, അതായത് CMRL-ൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിൽ അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. PV എന്ന വ്യക്തിക്ക് പണം നൽകിയതായിട്ട്. ഈ PV എന്നുള്ളത് അത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് മാത്യു കുഴൽനാടൻ. ശരി കിരൺ, CMRL കമ്പനിക്ക് വേണ്ടി സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ പിണറായി വിജയൻ ഒപ്പിട്ടതായി മാത്യു കുഴൽനാടൻ. CMRL കമ്പനി അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും കമ്പനിക്ക് അസംസ്കൃത വസ്തുവായ ഇൽമിനേറ്റ് ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ മെമ്മോറാണ്ടത്തിലാണ് മുഖ്യമന്ത്രിയെ ഒപ്പിട്ടതായി ആരോപണമുള്ളത്. കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്.